ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. അതുപോലെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ടോക്സിക് തോട്ട്സിനെ കുറിച്ചാണ്. പലപ്പോഴും ഇതുപോലുള്ള ടോക്സിക് തോട്ടുകൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ വിഷമിപ്പിക്കാറുണ്ട്. പലപ്പോഴും ചിന്തകളെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലേക്ക് അത് കൊണ്ടുപോകും. തിരിച്ച് എത്താൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ ആ ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെ ഫീൽ ചെയ്യും? ആന്റണി സാറിൽ നിന്ന് നമുക്ക് അതിൻ്റെ പാഠങ്ങൾ കേൾക്കാം. അതെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആന്റണി സാർ യു ആർ വെൽക്കം. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. അതുപോലെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഹൗ ടു ഹീൽ ടോക്സിക് തോട്ട്സ് മൈൻഡ്ഫുള്ളി എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ സാധാരണ ഭാഷയിൽ നമ്മൾ കേൾക്കാറുള്ളത് നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മക ചിന്തകൾ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് തോട്ട്സ് എന്ന് മോഡേൺ സൈക്കോളജിയിൽ അത് പറയും. ഇങ്ങനെയുള്ള ആ ചിന്തകളെ കുറിച്ച് അതിനപ്പുറത്താണ് വാസ്തവത്തിൽ നമ്മളുടെ ടോക്സിക് തോട്ട്സ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എല്ലാവരും പറയും എനിക്ക് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നിഷേധാത്മകമായ ചിന്തകളാണ് നമുക്കുണ്ടാകുന്നത്. സാധാരണഗതിയിലുള്ള ഒരു ചൊല്ലാണത്, അല്ലെങ്കിൽ നമ്മുടെ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണത്. എന്നാൽ നെഗറ്റീവ് തോട്ട്സും ടോക്സിക് തോട്ട്സും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. അതായത് നെഗറ്റീവ് തോട്ട്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അത് സാധാരണ ഉണ്ടാകുന്നത് ഒക്കേഷണൽ ആയിട്ടായിരിക്കും. അതായത് എപ്പോഴും അത് നമ്മളെ ഇങ്ങനെ ശല്യം ചെയ്യുകയില്ല. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അത് വീണ്ടും വീണ്ടും ഉയർന്നു വരുന്ന ഒന്നായിരിക്കില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനോട് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഏതെങ്കിലും ഒരു നമുക്കുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇപ്പോൾ സ്കൂളാണെന്നുണ്ടെങ്കിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നുണ്ട് നമ്മുടെ തോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കൂളിനടുത്തൂടെ പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആ വാക്കുകൾ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ടോക്സിക് തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും റെപ്പറ്റീവായിട്ട് അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. നമ്മളെ എപ്പോഴും അത് പിന്തുടർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അത് നമ്മളുടെ മനസ്സിലും മസ്തിഷ്കത്തിലും വളരെയേറെ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് തോട്ട്സ് ആണ് ടോക്സിക് തോട്ട്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ചിലപ്പോൾ ഒരുപക്ഷെ നെഗറ്റീവ് തോട്ട്സ് ചിലപ്പോൾ ശരിയായിരിക്കും, അതിനകത്ത് കുറച്ചൊക്കെ റിയാലിറ്റി ഉണ്ടാകാം, ചിലപ്പോൾ അത് ബാലൻസ്ഡ് ആയിട്ടൊക്കെ വരാം. പക്ഷേ ടോക്സിക് തോട്ട്സ് എന്ന് പറയുന്നത് ഡിസ്റ്റോർട്ടഡ് ആൻഡ് എക്സ്ട്രീം ആൻഡ് ക്ലിയർലി അൺട്രൂ ആയിരിക്കും. യാതൊരു യാഥാർത്ഥ്യവും ഇല്ലാത്തതായിരിക്കും. നമ്മൾ പല സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് തോട്ട്സ് ആയിട്ട് വരും. അടുത്തത്, ചിലപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാർണിംഗ് സിസ്റ്റം ആയിരിക്കും, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും, പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. എന്നാൽ അതേസമയം നമ്മളുടെ സെൽഫ് വർത്തിനെയും നമ്മളുടെ പ്രതീക്ഷയെയും എല്ലാം തകിടം മറിച്ച് അല്ലെങ്കിൽ അതിനെല്ലാം കുത്തി ഒഴുക്കി കൊണ്ടുപോകുന്ന രീതിയിലുള്ളതായിരിക്കും ടോക്സിക് തോട്ട്സ് എന്ന് പറയുന്നത്. നെഗറ്റീവ് തോട്ട്സ് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കാം. ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള നിലയിൽ അത് അല്പം ഒരു സുഖക്കുറവ് നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും. പക്ഷെ അത് ടോളറബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിലാണ് വരുന്നത്. അതേസമയം ടോക്സിക് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഓൺഗോയിങ് ആണ്. ചിലപ്പോൾ അത് വളരെ നമ്മളെ സംബന്ധിച്ച് ഉദാഹരണമായിട്ട് ഷെയിം ആയിരിക്കാം, അതിശക്തമായ ആ ഷെയിം ഉണ്ടാകുക, അല്ലെ ഫിയർ, അല്ലെങ്കിൽ ഹോപ്പ്ലെസ്നെസ്, ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആങ്സൈറ്റി, ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. മറ്റൊന്ന്, നെഗറ്റീവ് തോട്ട്സ് പലപ്പോഴും യൂഷ്വലി ലിമിറ്റഡ് ആയിരിക്കും അതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് അത് പോവുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നില്ല. പക്ഷെ നമ്മുടെ മനോഭാവത്തെ, ആറ്റിറ്റ്യൂഡിനെയൊക്കെ സ്വാധീനിക്കുന്നതായിരിക്കും. എന്നാൽ ടോക്സിക് തോട്ട്സ് എന്ന് പറയുന്നത് സെൽഫ് സബാറ്റാജ് അതാണ്. അതായത് നമ്മൾ ചിലപ്പോൾ ആ വ്യക്തിത്വങ്ങൾ വിത്ഡ്രോവൽ സിൻഡ്രോം ഉണ്ടായിരിക്കും, ക്രോണിക് സ്ട്രെസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള പല രോഗങ്ങളും ഉണ്ടാകാൻ അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ വെൽ ബീയിങ്ങിനെ ബാധിക്കുന്നതായിരിക്കും ഈ ടോക്സിക് തോട്ട്സ് എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതായത് ആദ്യം നമ്മൾ പറയുന്നത്, ലോകത്തുള്ള ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം
300 മില്യൺ ആൾക്കാർ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവരാണ്. ഇനി 280 മില്യണോളം ആളുകൾ ഡിപ്രസീവ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ളവരാണ്. മറ്റൊന്ന് അതർ മെന്റൽ ഡിസോർഡർ ഉള്ളത് ഏകദേശം 390 മില്യണോളം ആളുകൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയാണിത്. നമ്മൾ ആദ്യമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ടോക്സിക് തോട്ട്സ് എന്ന് പറയുന്നത്, വാട്ട് ആർ ടോക്സിക് തോട്ട്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ പെർസിസ്റ്റന്റ്, എപ്പോഴും ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതൊരു സ്ക്രീൻ പ്ലേ പോലെ, അല്ലെങ്കിൽ അത് നമ്മളുടെ ഒരു സ്ക്രിപ്റ്റ് പോലെ ഇങ്ങനെ നമ്മുടെ പിന്നില് അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. കൂടുതലും അത് സെൽഫ് ക്രിട്ടിക്കൽ ആയിരിക്കും. സെൽഫ് ക്രിട്ടിക്കലിൽ നിന്നുണ്ടാകുന്ന ആ റിഫ്ലക്ഷൻ അനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സെൽഫ് ക്രിട്ടിക്കൽ ആണ്, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളതാണ്, ഹാംഫുൾ തോട്ട് പാറ്റേൺസ് ആണ്. അത് നമ്മുടെ നമ്മുടെ വൈകാരികമായിട്ടുള്ള എനർജിയും അതുപോലെ തന്നെ ശാരീരികമായ സുസ്ഥിതിയെ, ആരോഗ്യപരമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ്. അത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് ഇത് എന്താണ് ഈ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെക്കുറിച്ച് അവബോധമില്ലാത്തവരാകുകയും ഇതിങ്ങനെ വർഷങ്ങളോളം നമ്മളുടെ ചെറുപ്പകാലത്ത് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ അത് വർഷങ്ങളോളം ഇങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ട് ഇരുന്നാൽ നമ്മളുടെ മനസ്സിലും അത് മസ്തിഷ്കത്തെയും ബാധിക്കുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇറ്റ്സ് എ വിഷ്യസ് സർക്കിൾ എന്ന് പറയാം. ഒരു വലിയൊരു വിഷമ വൃത്തത്തിലാക്കും. അതുകൊണ്ട് നമ്മളുടെ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് നമ്മളുടെ ആ പെരുമാറ്റങ്ങളില്, നമ്മളുടെ ബന്ധങ്ങളില്, നമ്മളുടെ ആരോഗ്യപരമായ ആ സുസ്ഥിതിയില്, അതുപോലെ തന്നെ നമ്മളുടെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അനാവശ്യമായി മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വളരെ പെട്ടെന്നുള്ള ദേഷ്യമുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ അതേക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നില്ലെങ്കിൽ. ഇനി എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഈ ടോക്സിക് തോട്ട്സ് ഉടലെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്കുണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ മാത്രമാകണമെന്നില്ല. ഒരേ സമയം ചിലപ്പോൾ ചില കഥകളിൽ നിന്നാകാം, മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളതാകാം, സാംസ്കാരികമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കാം, നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ മതപരമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആ അറിവിന്റെ അല്ലെങ്കിൽ അതിന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തില് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുകയും അത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, നമ്മുടെ മനസ്സിൽ ആവർത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഇതിൽ മസ്തിഷ്കത്തിൽ ന്യൂറൽ പാത്ത് വേസ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അത് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ചിന്തയ്ക്ക് ചിന്തയുടെ ഏറ്റവും നിസാരമായിട്ടുള്ള ഒരു ചിന്തയുടെ ഒരു സ്ഫുലിംഗത്തിൽ നിന്ന് പോലും അത് ബ്രെയിൻ അറിയുന്നുണ്ട്. മനസ്സിലുണ്ടാകുന്നതിനെ കുറിച്ചുള്ളത് അത് ബ്രെയിൻ അറിയുന്നുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം നമുക്കൊരു ഹാബിറ്റായിട്ട് മാറുകയും അത് നമ്മളുടെ അനുദിന ജീവിതത്തിൽ വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ശാരീരികം, മാനസികം, വൈകാരികം, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളെയും അത് ബാധിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രതീക്ഷയുണ്ടോ? ഈ ടോക്സിക് തോട്ട്സിൽ നിന്ന് നമുക്ക് പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പരിഹരിക്കപ്പെടുന്ന ഒരു മേഖലയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് വഴി എന്താണ് നമ്മൾ ചിന്തയെ അകലെ നിർത്തിയിട്ട് നമ്മൾ അതിനെ ഒരു ഓബ്ജക്റ്റ് ആയി കണ്ടുകൊണ്ട്, ഓബ്ജക്റ്റ് ഓഫ് ഒബ്സർവേഷൻ ആക്കിക്കൊണ്ട് നമ്മൾ അതിനെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അതിന്റെ ഒരു ഭാഗമാകുന്നില്ല. ആ ചിന്തയുടെ കുത്തൊഴുക്കിൽ നമ്മൾ പെടുന്നില്ല. നമ്മളിങ്ങനെ കരയ്ക്ക് നിന്ന് കാണുന്നത് പോലെ ചെയ്യുന്നു. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചിന്ത ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളിൽ അത് ന്യൂറൽ പാത്ത് വേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അത് മസ്തിഷ്കത്തിൽ ആഴത്തിൽ പതിയുന്നില്ല. നേരെ മറിച്ച് ഇനി പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി വഴി നമുക്ക് അതിനെ തീർച്ചയായിട്ടും നമുക്ക് റീറൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീവയർ ചെയ്യുന്നതിന് സാധിക്കും. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ടൂളാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിലുള്ള പാറ്റേൺസ് ഓഫ് ടോക്സിക് തോട്ട്സ് എത്ര തരത്തിലുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ഓൾ ഓർ നത്തിങ് തിങ്കിങ് ആണ്. അതായത്
ഇത് ഒന്നുകിൽ അത് മുഴുവൻ ഒരു കാര്യം പറ്റിയാൽ അതെല്ലാത്തിനെയും ബാധിക്കുന്നതാണ്. ദാറ്റ് മീൻസ് സോ നെഗറ്റീവ് ആയിട്ടുള്ളതാണ്. ഒന്നും ശരിയാകുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം നമുക്ക് നടക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം എന്താണ്, ഒറ്റ കാര്യം മതി, അത് നടക്കുന്നില്ലെങ്കിൽ ഒരു കാര്യവും നടക്കുകയില്ല എന്നുള്ളതാകും. അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറയും. ഒരു കാര്യം ശരിയായിട്ട് നടന്നില്ലെങ്കിൽ ടോട്ടൽ ഫെയിലിയർ ആണ് അത്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആ വ്യക്തിയെക്കുറിച്ച്, മറ്റുള്ള വ്യക്തികളെക്കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ച് എല്ലാം നമ്മളുടെ ആ ജഡ്ജ്മെന്റൽ മൈൻഡ് അല്ലെങ്കിൽ ആ മുൻവിധിയോടുകൂടി എല്ലാം കാണുന്നതിന് തരത്തിലുള്ള സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നമ്മളിലുണ്ടെങ്കിൽ മറ്റുള്ളവരിലുണ്ടെങ്കിൽ, അവര് എന്താണ് വിഷമകരമായ ചിന്തയുടെ അടിമകളാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പാറ്റേൺസ് ഓഫ് തോട്ട്സ് ഉള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന്, ഇങ്ങനെയുള്ള ആളുകള് ഓവർ ജനറലൈസ്, പെട്ടെന്ന് എടുത്തു ചാടി ഒരു ജനറലൈസ് ചെയ്യും. ദാറ്റ് മീൻസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാകുന്നില്ല എന്നുള്ള ഒരു ഇതിലേക്ക് വരും. വൺ നെഗറ്റീവ് ഈവന്റ് ബിക്കംസ് ആൻ എൻഡ്ലെസ് പാറ്റേൺ ഓഫ് ഡിഫീറ്റ്. എല്ലാം പരാജയപ്പെടും എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരികയും അങ്ങനെ ഒരു ഓവർ ജനറലൈസേഷൻ നടത്തുന്നതിന് ഇങ്ങനെയുള്ള ആ വ്യക്തികൾ അല്ലെങ്കിൽ പാറ്റേൺസ് ഓഫ് തോട്ട്സ് ഉള്ളവർ പോകും. ദെൻ മെന്റൽ ഫിൽറ്ററിംഗ് എന്ന് പറയും. മെന്റൽ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതി നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെയും നമ്മൾ ഒരു സെൽഫ് റെഫറൻഷ്യാലിറ്റി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അതായത് ഫോക്കസിങ് എക്സ്ക്ലൂസീവ്ലി വൺ നെഗറ്റീവ് ഡീറ്റെയിൽസ് വൈൽ ഇഗ്നോറിംഗ് അതാണ് പറയാൻ വന്നത്. സെൽഫ് റെഫറൻഷ്യാലിറ്റി അടുത്ത വാക്കാണ്, അടുത്ത സ്ലൈഡിലാണ് വരുന്നത്. അതായത് നമ്മൾ എല്ലാത്തിനെയും ഒരു പ്രത്യേക ഫിൽറ്ററിങ്ങിലൂടെയാണ് നമ്മൾ എല്ലാ അനുഭവങ്ങളെയും, പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നമുക്ക് കിട്ടുന്ന അനുഭൂതികളെ എല്ലാത്തിനെയും നമ്മളൊരു മെന്റൽ ഫിൽറ്ററിങ് നടത്തുന്നുണ്ട്. അതിനകത്ത് നമ്മൾ സാധാരണഗതിയിൽ എന്താണ് പറയുന്നത്, ഒരു കാര്യം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ അതിനെല്ലാം ഇഗ്നോർ ചെയ്യും. ഒരാളുടെ ഒരു സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പരാതി പറയുമ്പോഴേക്കും ബാക്കി ആ മനുഷ്യനിലുള്ള, ആ വ്യക്തിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നുപോയിട്ട് ഈ ഒരൊറ്റ കാര്യം മാത്രം റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ താലോലിക്കും. പ്ലസ് ഇത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മെന്റൽ ഫിൽറ്ററിങ് എപ്പോഴും വ്യക്തികളെ സംബന്ധിച്ചും സംഭവങ്ങളെ കുറിച്ചും ഇങ്ങനെയുള്ള വ്യക്തികൾ നടത്തിക്കൊണ്ടിരിക്കും. മറ്റൊന്ന് മൈൻഡ് റീഡിങ് എന്ന് പറയും. മൈൻഡ് റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ മറ്റുള്ളവരുടെ മൈൻഡ് റീഡിങ് എന്ന് പറഞ്ഞ വേറൊരു ഉണ്ട്. അതേക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഇവിടെ. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോഴേക്കും അതിന് യാതൊരു എവിഡൻസും ഉണ്ടായിരിക്കില്ല നമ്മൾ പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ അത് ജനറലൈസ് ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒറ്റ ഇതായിട്ട്, മജോറിറ്റി എന്ന് പറയാതെ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ എന്നുള്ള പറയാതെ നമ്മൾ അവരെ ജനറലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതിനൊരു എവിഡൻസ് ഉണ്ടായിരിക്കില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും നമുക്ക് വിദേശ മലയാളികളുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് വിദേശ മലയാളികൾ സാധാരണഗതിയിൽ ചില ആളുകൾ പറയും, മറുനാട്ടിൽ പോയാൽ അല്ലെങ്കിൽ മലയാളികളെ ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കരുത്. ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നോ രണ്ടോ പേരിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവത്തിന്റെ പേരിലായിരിക്കാം അവരന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച്, മതപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇതിലേക്ക് വരുമ്പോഴേക്കും ജനറലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു എവിഡൻസും ഉണ്ടായിരിക്കില്ല, പക്ഷെ അത് മോശമാണ്, ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊന്ന്, നമ്മൾ നിസാരമായിട്ടുള്ള കാര്യങ്ങളെ പോലും കറ്റസ്ട്രഫൈസ് ചെയ്തു, അതായത് അത് പർവ്വതീകരിച്ച് കാണാൻ വേണ്ടി നോക്കും. ഏതെങ്കിലും ഒരു സംഗതി നമ്മളുടെ എന്തെങ്കിലും ചിന്താഗതികളാകാം, അല്ലെങ്കിൽ ഒരു അനുഭവങ്ങളാകാം, സംഭവങ്ങളാകാം, ചിലരുടെ സ്വഭാവ രീതികളാകാം, ഇങ്ങനെയുള്ളതിനെ എല്ലാത്തിനെയും പർവ്വതീകരിക്കും. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതേക്കുറിച്ച് വലിയ വലിയ സ്റ്റോറികൾ, വലിയ വലിയ കഥകൾ നമ്മൾ മെനഞ്ഞെടുത്ത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി നമുക്ക് അത് അങ്ങനെ ആ രീതിയിലാക്കും. അങ്ങനെയുള്ള ആ കറ്റസ്ട്രഫൈസിങ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ മതങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലാണ്. അവർക്ക് പലപ്പോഴും കൂടുതൽ നുണ പറയുക, അതിനെ പർവ്വതീകരിക്കുക, അവരവർ ചെയ്യുന്നത് ശരിയാണെന്നോ അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പിന്നെ വ്യക്തി ബന്ധങ്ങളിലെ വ്യക്തി സ്വഭാവ രീതികളെല്ലാം അങ്ങനെ കാണിക്കും. മറ്റൊന്ന്, പേഴ്സണലൈസ് ചെയ്യും. നമ്മള് ഓരോ കാര്യങ്ങളിലും പേഴ്സണലൈസ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കും. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ആവശ്യമില്ലാത്തപ്പോഴും നമ്മൾ ചില
എന്താണ് റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കും. അല്ലെങ്കിൽ അത് എൻ്റെ കുറ്റം കൊണ്ട് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ കുറ്റം കൊണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞ് കൂടുതലായിട്ട് വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ മാറ്റി തീർക്കാൻ, അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ വ്യാഖ്യാനിച്ച് ആ രീതിയിലാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഈ ടോക്സിക് തോട്ട്സ് ഉള്ള ആളുകൾ അങ്ങനെ ചെയ്യും. മറ്റൊന്ന് ഏഴാമത്തേത് ഇമോഷണൽ റീസണിങ് എന്ന് നമുക്ക് പറയും. അതായത് നമ്മൾ ഇമോഷണൽ ആയിട്ട് ഒരു കൈൻഡ് ഓഫ് റീസണിങ് ഉണ്ടാകുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് വൈകാരികമായിട്ട് നമ്മൾ അതിനെ ഒരു വിധത്തിൽ അതിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി നോക്കും. ഓരോ കാര്യങ്ങളെ, സംഭവങ്ങളെ, രീതികളെ, എല്ലാത്തിനെ കുറിച്ചും. ഉദാഹരണമായിട്ട് ഐ ഫീൽ ബാഡ്, therefore സംതിങ് ഈസ് റോങ്. എനിക്ക് അങ്ങനെ തോന്നി, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വരുമ്പോഴേക്കും അതിനെ ഒരു ഇമോഷണൽ ആയിട്ട് നമ്മൾ അതിനെ വൈകാരികമായിട്ട് നമ്മൾ എടുക്കുകയും ആ രീതിയിൽ ചിന്തിക്കുകയും അത് വളരെ വലിയ കാര്യങ്ങളാക്കി മാറ്റുകയും ചെയ്യും. ദെൻ അടുത്തത് ഷുഡ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. അതായത് നീ അങ്ങനെ ചെയ്യണം, നിങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ പെരുമാറണം, ഇതാണ് ഇവിടുത്തെ നിയമം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പ്രതീക്ഷ, ഞാൻ ഇങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ മക്കളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ കാര്യം ഇതാണ്, ഞാനാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് അനുസരിച്ച് അങ്ങനെയുള്ള യു മസ്റ്റ് ബിഹേവ് ഓർ യു ഷുഡ് ബിഹേവ് ലൈക്ക് ദീസ് വേ എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള ഒരു മനോഭാവം, അതായത് മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാണ്. ദെൻ മാഗ്നിഫിക്കേഷൻ ആൻഡ് മിനിമലൈസേഷൻ എന്ന് പറയും. ഒന്നുകിൽ ഒരു വസ്തുതയെ വളരെയേറെ വലുതാക്കി കാണിക്കുക, ഒരു കാര്യവുമില്ലാതെ ഞാൻ പറഞ്ഞ അത് വലുതാക്കി മറ്റുള്ളവരുടെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കും. ഒരുപക്ഷെ മറ്റുള്ളവർ ചെയ്യുന്നതിനെ പർവ്വതീകരിക്കുകയും താൻ ചെയ്ത ആ തെറ്റിനെ കുറിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ അത് മിനിമം അത് സാരമില്ല, അതിപ്പോ അങ്ങനെ മനുഷ്യർക്ക് എല്ലാവർക്കും പറ്റുമെന്ന് പറയും. പക്ഷെ അത് മറ്റൊരാൾക്കാണെങ്കിൽ സംഭവിക്കുന്നെങ്കിൽ, നമ്മുടെ കുടുംബത്തില്, വീട്ടില്, അതുപോലെ തന്നെ നമ്മളുടെ ജോലി സ്ഥലത്ത്, എവിടെയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഈ കളക്റ്റീവ് കോൺഷ്യസ്നെസിന്റെ പേരിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരേ സമാന ചിന്താഗതി ഉള്ളവരുടെ ആളുകൾ ചെയ്യുന്നത് അത് കുറ്റമില്ല, അതല്ലെങ്കിൽ അത് സാരമില്ല, അതൊക്കെ പ്രശ്നമില്ല എന്ന് പറയും. അതേസമയം മറ്റുള്ള കാര്യങ്ങൾ അത് പർവ്വതീകരിച്ച് കാണിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് ന്യൂറോ സയൻസ് ഓഫ് ടോക്സിക് തോട്ട്സ്. എന്താണ് ഈ ന്യൂറോ സയൻസും ടോക്സിക് തോട്ട്സും തമ്മിലുള്ള ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഡീഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയും. നമ്മളുടെ ബ്രെയിനുമായിട്ട് നമ്മളുടെ ഈ ടോക്സിക് തോട്ട്സ് വളരെയേറെ ആഴത്തിൽ ബന്ധമുള്ളതാണ്, പരസ്പര ബന്ധമുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ, അതായത് മനസ്സിൽ ഉടലെടുക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നമുക്ക് കിട്ടുന്ന എല്ലാ സെൻസേഷൻസിനെയും കുറിച്ചും നമ്മളുടെ ബ്രെയിനും അതേ സമയം അറിയുന്നുണ്ട്. അപ്പം ദാറ്റ് മീൻസ് ബ്രെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബ്രെയിൻ എപ്പോഴും പ്രവർത്തിക്കുന്നത് ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ചാണ്. അതായത് ബ്രെയിനിന്റെ ഇവിടുത്തെ ഡിഫാൾട്ട് മോഡ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈൻഡ് ഈസ് ഓൾവേസ് വാണ്ടറിങ്. വാണ്ടറിങ് മൈൻഡ് ഈസ് ആൻ അൺഹാപ്പി മൈൻഡ്. അതാണ്, അതായത് ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതെ, ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പഠനത്തിൽ ശ്രദ്ധിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കാര്യം സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്ന ആ ശ്രദ്ധ മാത്രമല്ല, ആയിരിക്കുന്ന ചുറ്റുപാടിൽ അവിടെ നമ്മളുടെ കോൺഷ്യസ്നെസ് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കാതായി കഴിഞ്ഞാൽ ഇറ്റ്സ് എ വാണ്ടറിങ് മൈൻഡ് എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ഇത് ചെയ്യും. അങ്ങനെയുള്ള ആ മനസ്സ് എന്ന് പറയുന്നത് ഒരു അൺഹാപ്പി മൈൻഡിന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞ, അതായത് ബ്രെയിൻ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞു, അതായത് എപ്പോഴും ഇങ്ങനെ വാണ്ടർ ചെയ്യുന്നു. അതല്ലെങ്കിൽ നമ്മളുടെ സബ് കോൺഷ്യസിലോ അൺകോൺഷ്യസിലോ ഉള്ള കാര്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രെയിൻ വളരെ കാര്യമായിട്ട് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് സമയമെടുത്ത് ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് സബ് കോൺഷ്യസിലോ അല്ലെങ്കിൽ അൺകോൺഷ്യസിലേക്കാണ് റെഫർ ചെയ്യുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് വരുമ്പോൾ. അവിടെ വരുമ്പോഴേക്കും അത് പെട്ടെന്ന് അതിൻ്റെ ആ തീരുമാനം എടുക്കാൻ പറ്റും. കാരണം ബ്രെയിനിന് അങ്ങനെ എടുക്കാനുള്ള ഒരു സ്വഭാവമില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒന്നല്ല. അതുകൊണ്ട് ഡീഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓവർ ആക്ടിവിറ്റിയിലേക്ക് പോകും. അതുപോലെ തന്നെ പെർസിസ്റ്റന്റ് ആയിട്ട് വാണ്ടർ ചെയ്യുന്ന ഒരു സ്വഭാവം, ആ രീതി മനസ്സിനും ബ്രെയിനിനും തമ്മിലുണ്ട്. മറ്റൊന്ന് അമിഗ്ഡാല ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും. അതായത് നമ്മളുടെ ഫിയർ സെന്റർ ആണ് അമിഗ്ഡാല എന്ന് പറയുന്നത്. അത് എപ്പോഴും തന്നെ ചില ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ ടോക്സിക് തോട്ട്സ് ഉള്ള ആളുകളെ സംബന്ധിച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? അവരെപ്പോഴും സ്ട്രെസ്ഫുൾ ആയിരിക്കും, അതുപോലെ കോൺസ്റ്റന്റ് ആയിട്ട് അവർ ഈ രീതിയിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഒരു കാരണവുമില്ലെങ്കിലും റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മോഡിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ആ ഒരു പ്രവർത്തന മേഖലയിലേക്ക് പോകാൻ
ലോകത്ത് ഒരു ഭൂരിപക്ഷം ആളുകൾക്കും സാധിക്കുന്നില്ല. കാരണം വെറുതെ സ്വന്തം മുറിയിൽ സ്വന്തം വീട്ടിലിരിക്കുമ്പോഴും എന്തിനെക്കുറിച്ചൊക്കെയോ ഭയമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയുടെ ലോകത്ത് കയറി നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ ഫിയർ സെന്റർ എപ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലായിരിക്കും മിക്കവാറും ആളുകൾ ജീവിക്കുക. അത് രാവിലെ ആണെങ്കിലും എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെയുള്ള അവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഇത് നിഴലിക്കും. ഈ ടോക്സിക് തോട്ട്സിന്റെ ഇൻഫ്ലുവൻസ് വന്നുകൊണ്ടിരിക്കും. അടുത്തത് അങ്ങനെ അതായത് അമിഗ്ഡാല റിയാക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്, ലോജിക്കൽ തിങ്കിങ്, ഇമോഷണൽ റെഗുലേഷൻ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ദെൻ അവയർനെസ്, അതെല്ലാം പാളിപ്പോകും. ദാറ്റ് മീൻസ് അതിന് വേണ്ടത്ര പ്രസക്തി ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കാനില്ല. ഏതെങ്കിലും ഒരു ഇത് വരുമ്പോഴേക്കും റെസ്പോൺസിന് പകരം റിയാക്ഷറ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ടായിരിക്കും അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ലോജിക്കൽ തിങ്കിങ് ഒന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. ദെൻ അടുത്തത് ഡിപ്ലീറ്റഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. അതായത് നമ്മളുടെ ഈ ഹാപ്പിനെസിൻ്റെത്, അല്ലെങ്കിൽ നമ്മളുടെ ഉറക്കത്തിൻ്റെ, അതുപോലെ തന്നെ നമ്മളുടെ മോട്ടിവേഷൻസ്, നമ്മൾക്കൊരു കാര്യം ചെയ്യുന്നതിനുള്ള സന്നദ്ധത, റിവാർഡ്, ഇതെല്ലാത്തിൻ്റെയും രണ്ട് പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് സെറട്ടോണിനും ഡോപ്പമീനും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അധികം നമ്മളുടെ ഈ മൂഡ്, നമ്മളുടെ ആ സ്വഭാവ പെരുമാറ്റ രീതികളെയും അത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇത് വളരെയേറെ കുറഞ്ഞു പോകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ആ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ദാറ്റ് മീൻസ് ഈവൻ നമ്മളുടെ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് ഒരു മിത്തായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ദാറ്റ് മീൻസ് നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇമോഷൻ, അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ല നമ്മളുടെ യഥാർത്ഥത്തിലുള്ള നമ്മളുടെ ആ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഡോപ്പമൈൻ്റെതാണ്. ദാറ്റ് മീൻസ് സെൽഫ് റിവാർഡിങ്. നമ്മളുടെ ആ റിവാർഡ് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമമാണ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള പരിശ്രമത്തിലാണ് അത് ഇരിക്കുന്നത്. അല്ലാതെ ഇമോഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻപുട്ടിൽ നിന്നല്ല ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മളുടെ സ്വഭാവ രീതികൾ, പെരുമാറ്റ രീതികളെ നയിക്കേണ്ടത് അങ്ങനെയാണ്. അപ്പൊ അത് തകർന്നു പോകുന്നു. ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ദെൻ ന്യൂറൽ പാത്ത് വേ എൻട്രഞ്ച്മെന്റ് എന്ന് പറയും. എൻട്രഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴത്തിൽ ഇങ്ങനെ പതിക്കുന്ന, അല്ലെങ്കിൽ ആഴത്തിൽ അത് വേരൂന്നിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ അത് വളരെയേറെ ആഴത്തിലാണ് അതിന്റെ വേരോട്ടം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളതായിരിക്കും. ദാറ്റ് മീൻസ് നമ്മളുടെ ന്യൂറൽ പാത്ത് വേസ് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വളരെ ശക്തിപ്പെടും. അത് പ്രത്യേകിച്ച് അതിന്റെ നമ്മളെ അമിഗ്ഡാല ഇതുപോലെയുള്ള ആ ഒരു ഫിയർ സെന്ററിൽ നിന്നുള്ളത് കൂടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഈ ചിന്ത, ടോക്സിക് ആയിട്ടുള്ള തോട്ട്സ് വളരെ ആഴത്തിലാവുകയും അതേസമയം നമുക്ക് അതൊരു ഓട്ടോമാറ്റിക് പെരുമാറ്റ രീതിയായിട്ട് മാറി വരും. അതേസമയം നമുക്ക് ലോജിക്കലായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന്റെ ആ പ്രവർത്തനത്തെ, ലോജിക്കൽ തിങ്കിങ് ഇതുപോലെയുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അഭാവവും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിഹേവിയർ പാറ്റേൺ ആയിട്ട് മാറുന്നു. ആ ചിന്ത തന്നെ നമ്മളുടെ ചിന്തയുമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ എന്തായിരിക്കുന്നു അത് നമ്മളുടെ ചിന്തയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്ത ഭാഗം ന്യൂറോപ്ലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ ദ സയൻസ് ഓഫ് ഹീലിംഗ്. നമ്മൾക്ക് ഇതിൽ നിന്ന്, ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ നിന്ന് നമുക്ക് മാറുന്നതിലേക്ക് വന്ന് നമുക്ക് ഈ നമ്മളുടെയൊക്കെ ഒരു സൗഖ്യം, ഇതിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള വിഷമകരമായ ചിന്തയിൽ നിന്നുള്ള സൗഖ്യം എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉള്ളതാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം ചേഞ്ച് ചെയ്യണമെങ്കിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി വഴിയാണ് നമ്മളുടെ ബ്രെയിനിൽ അത് സാധിക്കുന്നത്. എന്ത് പറഞ്ഞാൽ, അതായത് ഇൻഹെറന്റ് എബിലിറ്റി, നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഫോം ഓഫ് ന്യൂറൽ പാത്വേസ് ആണ്. ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് മാറ്റണമെങ്കിലും നമ്മൾ മാറ്റേണ്ടത്? വാസ്തവത്തിൽ നമ്മുടെ ചിന്താഗതികളാണ് മാറ്റേണ്ടത്. അപ്പൊ അതിങ്ങനെ നമ്മളുടെ ഒരു കാര്യം, അത് പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ, ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ അനേക പ്രാവശ്യം ചിന്തിച്ചു കഴിയുമ്പോഴേക്കും ആ ചിന്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ന്യൂറൽ പാത്വേസ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് മരിക്കുന്നതരം വരെ നമ്മൾക്ക് ഉണ്ടാകും. കാരണം ഓരോരോ സാഹചര്യങ്ങളിൽ നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ച്, നമ്മൾ ചിന്തിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ പുതിയ പുതിയ കലകൾ അഭ്യസിക്കുന്നതിനെ കുറിച്ച്, ഇതെല്ലാം നമ്മളുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതാണ് നമ്മളുടെ ചിന്താഗതികളെ, നമ്മുടെ തോട്ട് പാറ്റേൺസിനെ മാറ്റിമറിക്കുന്നത്. ദെൻ അടുത്തത് ദ കീ ഫൈൻഡിങ്.
ന്യൂറോളജിസ്റ്റുകളുടെ അല്ലെ ന്യൂറോ സയൻസിന്റെ ഇതനുസരിച്ച് ജസ്റ്റ് എ നെഗറ്റീവ് പാറ്റേൺ വെയർ ഫോംഡ്. അതായത് കീ ഫൈൻഡിങ് എന്ന് പറയുന്നത്, അതായത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പാറ്റേൺസ് ഓഫ് തോട്ട് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവായ നിലയിൽ നമുക്ക് തിരുത്തി എഴുതാൻ അല്ലെങ്കിൽ റീവയർ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ ആ സ്വഭാവ രീതികളെ മാറ്റുന്നതിനും നമുക്ക് സാധിക്കും. എങ്ങനെയാണ്? കൺസിസ്റ്റന്റ് പ്രാക്ടീസ് വഴി. ഇപ്പൊ ഉദാഹരണമായിട്ട് മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് കൂടുതൽ അത് മാറ്റി എഴുതാൻ നമുക്ക് സാധിക്കും നമ്മളുടെ ബ്രെയിനിനെ. സോ എവറി പ്രാക്ടീസ് കൗണ്ട്സ്. ഓരോ മിനിറ്റിലുള്ളതാകെ, 1 മിനിറ്റിന്റെ ആകട്ടെ, 5 മിനിറ്റിന്റെ ആകട്ടെ, 20 മിനിറ്റിന്റെ ആകട്ടെ, ദിവസം മുഴുവനുള്ളതാകട്ടെ, ഇങ്ങനെയൊക്കെയുള്ള നമ്മളുടെ ഇന്റൻഷണൽ ആയിട്ടുള്ള മൈൻഡ്ഫുൾ ആയിട്ടുള്ള ആക്ഷൻ, എല്ലാ ആക്ഷനും മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ തൊട്ട് അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മളുടെ റീവയറിങ്ങിനെ സഹായിക്കുന്നുണ്ട്. ഇവൻ ന്യൂറോളജിസ്റ്റുകൾ പറയുന്നു 1 മിനിറ്റ് മതി. എഴുന്നേൽക്കുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പല പ്രാവശ്യം നമുക്ക് ഓരോ തരത്തിലുള്ള ഒരു എന്താണ് നമ്മളുടെ 1 മിനിറ്റ് വെച്ചുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ അത് കീപ്പ് ചെയ്താൽ നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. എന്താണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? എവരി കോൺഷ്യസ് ബ്രത്ത് ഇൻക്രീസസ് അവർ കോൺഷ്യസ്നെസ് എന്നുള്ളതാണ്. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു മാറ്റം വരുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഇത് എന്താണ് പ്രാക്ടീസ് ചെയ്യുക, കൂടുതലായിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെതാണെങ്കിലും മതി, ദിവസത്തിൽ പല പ്രാവശ്യം ചെയ്യുക എന്നുള്ളതാണ്. Then the science of healing is a timeline. മറ്റൊന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആ പേഷ്യൻസ് നമുക്ക് ആവശ്യമുണ്ട്. കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇത് പെട്ടെന്ന് അങ്ങനെ കാര്യങ്ങൾ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. കാരണം വർഷങ്ങളായിട്ട് 20, 30, 50, 60, 70 വർഷങ്ങളോളം നമ്മൾ ഇങ്ങനെ കണ്ടീഷൻഡ് ആയിട്ട് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ട് ചിന്തിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ലേൺ ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ പഠിച്ചെടുത്തതാണ് ആ ചിന്താഗതി എന്ന് പറയുന്നത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള. അതിനെ എന്താണ് ഒരേ സമയത്ത് ലേൺ ചെയ്യുകയും ഒരേ സമയത്ത് അൺലേൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ചിന്താഗതി എന്തായിരുന്നു അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള നമ്മുടെ തോട്ട്സ് പാറ്റേൺസിനെ മാറ്റി എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് സമയമെടുക്കും. നമ്മളെപ്പോഴും ധൃതി വെച്ച് ഏതെങ്കിലും, അതുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങളിൽ നിന്ന് ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓരോരുത്തരും ഓടി നടക്കുന്നതിന്റെ കാരണം എന്താണ്? എനിക്ക് എവിടെ കിട്ടും, ഞാൻ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്, നിധി എവിടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ആളുകൾ ഓടി നടക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം ഇതാണ്. അതായത് ടൈം ലൈൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഗ്രാജുവൽ പ്രോസസ് ആണ് എന്ന് മനസ്സിലാക്കാനും അതിന് ക്ഷമയോടുകൂടി കാണാനും കഴിയാത്ത ഒരു മനോഭാവം നമുക്കുള്ളത് കൊണ്ടാണ്. സോ ഇനി മൈൻഡ്ഫുൾനെസ്, ഹൗ മൈൻഡ്ഫുൾനെസ് ഹീൽസ് ടോക്സിക് തോട്ട്സ് എന്ന് ചോദിച്ചാല്, ഒന്നാമത്തേത് ഇൻക്രീസ്ഡ് അവയർനെസ് ആണ്. നമുക്ക് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻക്രീസ്ഡ് അവയർനെസ് ആണ്. നമ്മുടെ കോൺഷ്യസ്നെസ് നമ്മൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മൾക്കുണ്ടാകുന്ന ഈ ടോക്സിക് തോട്ട്സിൽ നിന്ന് നമുക്ക് തിരിച്ചറിവ് അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് കിട്ടും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾക്ക് ഓരോ വസ്തുതകളെ കുറിച്ചും നമ്മൾ അറിയുന്ന സമയത്ത് ഓരോന്നിനെ കുറിച്ചും നമ്മുടെ പ്രത്യേകിച്ച് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ സെൻസേഷൻസ്, അനുഭൂതികളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഒരു സെൽഫ് റെഫറൻഷ്യാലിറ്റി നടത്തിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ യുണീക്ക്നെസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതാണ് നമ്മൾക്ക് ഒരേ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്കതിനെ ഓരോരുത്തരും ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള ഒരു റെഫറൻഷ്യാലിറ്റി കൊടുത്ത് നമ്മൾ അതിനെ സ്വന്തമാക്കുകയാണ്, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഇൻക്രീസ്ഡ് അവയർനെസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ആണെങ്കിൽ കാലാവസ്ഥ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള വാർണിങ്സ് നമ്മളുടെ നമ്മുടെ സാറ്റലൈറ്റ് വഴിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തകളെ കുറിച്ച് പ്രത്യേകിച്ച് ടോക്സിക് ആയിട്ടുള്ള തോട്ട്സ് വരുന്നതും അതിന്റെ കാരണങ്ങളെല്ലാം നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലൂടെ, ഇൻക്രീസ്ഡ് അവയർനെസ്സിലൂടെ നമുക്ക് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോൺ ജഡ്ജ്മെന്റൽ ഒബ്സർവേഷൻ ആണ്. ഓരോ കാര്യങ്ങളെ കുറിച്ചും ഞാൻ പറഞ്ഞ ഈ സെൽഫ് റെഫറൻഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഇംഗിതത്തിനനുസരിച്ച്, എന്റേതായിട്ടുള്ള മാനസിക അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഞാൻ ഓരോ കാര്യത്തെക്കുറിച്ചും
ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, സ്വാംശീകരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ഒബ്സർവേഷൻ നമ്മൾ കീപ്പ് ചെയ്യാൻ നോക്കണം. നമ്മുടെ ചിന്തകളോടും ഒപ്പം തന്നെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളോടും നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുള്ളൂ. അതായത് എൻ്റെ കാര്യങ്ങളെ കുറിച്ചുള്ളത് ഞാൻ ആകാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കഴിവതും നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആകണം. ഒരുപക്ഷെ നമ്മൾ അറിയുന്നുണ്ടാവും ഓരോ കാര്യങ്ങളെ കുറിച്ച്. നമ്മളുടെ ഇപ്പൊ കേരളത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമോ മതപരമോ സാമൂഹ്യമോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നിന്റെ നിങ്ങൾ ഏത് ഭാഗമാണോ അതിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നോൺ ജഡ്ജ്മെന്റൽ ആകുന്നില്ല. നിങ്ങൾ കേൾക്കുന്നു അതിനെക്കുറിച്ച്, ആ വസ്തുതയെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചും അതേസമയം നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആകാൻ നമ്മൾ പഠിക്കണം. അതാണ് മൈൻഡ്ഫുൾനെസ് വഴി നമ്മൾ പഠിക്കുന്നത്. ഇപ്പോ ഉദാഹരണമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന ടോക്സിക് തോട്ട്സ് ഉണ്ടാകുന്നെങ്കിൽ അതിനെ കമ്പാഷനേറ്റ് ആയിട്ട് നമ്മൾ കാണാൻ നോക്കുക, എനിക്ക് അങ്ങനെ ഉണ്ടായെന്നുള്ളത് അംഗീകരിക്കുക, കൂടുതൽ അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തത്, സാധാരണഗതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കോഗ്നിറ്റീവ് ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു കാര്യത്തോട് ബന്ധപ്പെടുത്തി ഇങ്ങനെ ചങ്ങല പോലെ ഞാൻ പറഞ്ഞ ഓരോ കണ്ണികൾ കൂട്ടി പോവുകയാണ്. അതാണ് നമ്മുടെ ചിന്തകള്, അല്ലെങ്കിൽ നമ്മുടെ ബിലീഫ് സിസ്റ്റംസ്, നമ്മുടെ ആശയങ്ങൾ, ഇതെല്ലാം അങ്ങനെയുള്ളതാണ്. അതിനെ നമ്മൾ ഒരു എന്താണ് ആധുനികമായിട്ട് നമ്മൾ അതിനെ ഒരു വലിയ സത്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പറയുന്നത് ഇതെല്ലാം നേരാണ്, സത്യമാണെന്ന് കരുതാനുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ലോജിക്കിലാണ് നമ്മളുടെ ബ്രെയിൻ പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. എന്നാൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്, മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് ആവശ്യമുള്ളത് കോഗ്നിറ്റീവ് ഡിഫ്യൂഷൻ ആണ്. കോഗ്നിറ്റീവ് ഫ്യൂഷൻ അല്ല, കോഗ്നിറ്റീവ് ഡിഫ്യൂഷൻ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു സംഗതിയെ, ഒരു സംഭവത്തെ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന, അറിയുന്ന, രുചിക്കുന്ന, സ്പർശിക്കുന്ന, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും, എല്ലാ സെൻസേഷൻസിനെയും ഡിസ്റ്റൻസിൽ കണ്ടുകൊണ്ട് അതിലേക്ക് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യാതെ, ആ ചിന്തയിൽ നമ്മൾ ഇമ്മേഴ്സ് ചെയ്യാതെ, ആ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങളെ, അനുഭൂതികളെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ഓബ്ജക്റ്റ് ആയി കണ്ടുകൊണ്ട് നമ്മൾ നിരീക്ഷിക്കാൻ പഠിക്കുന്നു. ഒരു നിരീക്ഷണ പാഠം വളർത്തിയെടുക്കുന്നു. ദാറ്റ് മീൻസ് ഞാൻ അതിന്റെ ഒരു ഭാഗമല്ല, അതിൽ ആഴത്തിൽ പോവുകയല്ല, ഇമ്മേഴ്സ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഐ എം ജസ്റ്റ് വാച്ചിങ് how it is moving or coming and disappearing എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട്, മൂവിങ് ഫ്രം ഐ ആം എ ഫെയിലിയർ എന്നുള്ള ആ ഒരു ടോക്സിക് തോട്ട്സ് ആണ് നമുക്കുള്ളതെങ്കിൽ നമുക്കതിനെ തിരുത്തി എഴുതാൻ നമുക്ക് സാധിക്കും. ഐ എം ഹാവിങ് ദി തോട്ട് ദാറ്റ് ഐ ആം എ ഫെയിലിയർ. ഞാനൊരു പരാജയമാണെന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയാണ് എന്ന് നമുക്ക് സ്വയമായിട്ട് തന്നെ നമുക്ക് അതിനെ റീഫോർമുലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. Then brain changes from the mindfulness practice. അതായത് ഓരോ ഇതിലും ബ്രെയിൻ അതിനനുസരിച്ച് മാറുന്നുണ്ട്. ഒന്നാമത് നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, നമുക്കത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, മൈൻഡ്ഫുൾനെസ് വഴി, അതായത് അമിഗ്ഡാലയുടെ ഈ ഹൈപ്പർ ആക്ടിവിറ്റിയെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സാധാരണ ഇപ്പം പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പഠനങ്ങളിൽ നിന്ന് തെളിയുന്നത് 8 ആഴ്ചയോളമുള്ള നമ്മളുടെ ഈ ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിൽ നിന്ന് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭയം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള തോട്ട്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ ഏകദേശം 8 ആഴ്ച കൊണ്ട് ഇതിനെ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. വളരെ സാവധാനമായിരിക്കും ഇത് സംഭവിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മളുടെ ആ ഭയം, അല്ലെങ്കിൽ നമ്മളുടെ ടോക്സിക് ആയിട്ടുള്ള ഈ ചിന്താഗതിയെ അതിന്റെ ഫലമായിട്ട് കുറയ്ക്കുന്നതിനും, അതുപോലെ തന്നെ നമ്മുടെ ഭയം മാറുന്നു, നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ലൈഫ് നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മൈൻഡ്ഫുൾനെസ് സഹായിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ബ്രെയിനിൽ ഞാൻ പറഞ്ഞല്ലോ ഈ നടക്കുന്ന, അതായത് ന്യൂറോൺസ് അല്ലെങ്കിൽ സിനാപ്സിസ്, ഇതെല്ലാം നമ്മളുടെ ശരീരത്തിൽ ബ്രെയിനിലുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ശരീരഭാഗങ്ങളിലുണ്ട്. നമ്മളുടെ ഉദാഹരണമായിട്ട് സ്പൈനൽ കോഡിൽ ഏകദേശം 1 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പെരിഫറൽ നെർവ് സിസ്റ്റത്തിലുമുണ്ട് മില്യൺ കണക്കിന് ഇതുണ്ട് നമ്മളുടെ ബ്രെയിനിൽ അല്ലാതെ. അതെല്ലാം ഏകദേശം 100 മുതൽ 160 വരെ ട്രില്യൺ സിനാപ്സിസ് വഴിയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ എല്ലാ അനുഭൂതികളെയും പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നാകട്ടെ, അതുപോലെ തന്നെ നമുക്ക് എല്ലാം കിട്ടുന്നതിനെ കുറിച്ചും ബ്രെയിൻ അതാത് സമയം അറിയുന്നുണ്ട്. പക്ഷെ ആ അറിവിനെ
നമ്മൾ എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനെ ലെസ് ആക്റ്റീവ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അതേക്കുറിച്ച് നമുക്ക് അവെയർ ആക്കുമ്പോഴേക്കും നമ്മളുടെ അമിഗ്ഡാലയെ നമുക്ക് ചെറുതാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ ആ മസിൽ ബലം എന്ന് പറയുന്നത് അതിന്റെ ആ ന്യൂറൽ പാത്വേസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും ഒപ്പം നമ്മളുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിൽ മാറ്റം വരുത്തുന്നതിനും നമുക്ക് സാധിക്കും. ഓക്കെ, ദെൻ ഇവിടെ സംഭവിക്കുന്നത് പ്രീഫ്രണ്ടൽ കോർട്ടക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, തിക്കൻസ്. അതുപോലെ തന്നെ നമ്മളുടെ ഗ്രേ മാറ്റർ കൂട്ടുന്നു, നമ്മളുടെ മെമ്മറിയെ, നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിന്റെ അതിന്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ളതാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അത് വർദ്ധിക്കുന്നതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള ഓർഡർ ഓഫ് തിങ്കിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ ലോജിക്കൽ തിങ്കിങ് നമുക്ക് കൂടുതലാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് എബിലിറ്റി ഫോർ അവെയർനെസ്, കോൺസെൻട്രേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് സാവധാനം കടന്നു വരും. അതിനുള്ള അവസരമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എൻഹാൻസ്ഡ് കണക്ടിവിറ്റി. ദാറ്റ് മീൻസ് നമ്മളുടെ ബ്രെയിനിന്റെ ഭാഗങ്ങളെ, റീജിയൻസിനെ നമ്മൾ പുതിയതായിട്ടുള്ള കണക്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് അല്ലെങ്കിൽ അമിഗ്ഡാല, നമ്മുടെ ഹിപ്പോതലാമസ്, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് റീകണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒരു വസ്തുതയെ കാണുമ്പോൾ അമിഗ്ഡാല അത് കൂടുതൽ ആക്റ്റീവ് ആകുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അല്ല എന്ന് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒബ്സർവ് ഇറ്റ് ആൻഡ് ദെൻ ടെൽ ദി മൈൻഡ്. When you tell the mind, then it will be always reflected in the brain. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് സംഭവിക്കുന്നു, ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഗ്രേറ്റർ ഇമോഷണൽ റെഗുലേഷൻ നമുക്ക് സാധിക്കും. അതുപോലെ തോട്ട്ഫുൾ ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ റിയാക്റ്റീവ് ആയിട്ടുള്ള അത് മാറി കുറച്ചുകൂടി റെസ്പോൺസ് കൊടുക്കുന്നതിന് നമുക്ക് സാധിക്കും. ഓക്കെ, ദെൻ അടുത്തത് ബ്രെയിൻ ചേഞ്ചസ് ഫ്രം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. ഒന്നാമത്തത് ദി മൈൻഡ് വാണ്ടറിങ്, അതായത് ഡിഫോൾട്ട് ആ നെറ്റ്വർക്ക് മാറ്റിക്കഴിഞ്ഞാൽ ക്വയറ്റ്സ് ഡൗൺ ദി നമ്മുടെ ആ ചിന്താഗതികളെ, അല്ലെങ്കിൽ അതുപോലെ അതിനെ റൂമിനേറ്റ് ചെയ്യുന്ന ആ ഒരു സ്വഭാവം, ഓവർ തിങ്കിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള റിയാക്റ്റീവ് ആയിട്ടുള്ള ആ പെരുമാറ്റങ്ങളെ കുറിച്ച് അതിനെ ലെസ് ആയിട്ട് അതിനെ കുറെ കൂടി ശാന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബ്രെയിനിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നതിന് നമുക്ക് മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കും. ഇതുവഴി സംഭവിക്കുന്ന മറ്റൊരു ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ് ലെസ് കോർട്ടിസോൾ ലെവൽസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതാണ് നമ്മളുടെ ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിന്റെ ഏറ്റവും അതിന്റെ ഇന്ധനം എന്ന് പറയുന്ന അതാണ്. എന്താണ്? കോർട്ടിസോൾ ലെവൽസ് ആണ്. അപ്പൊ അത് വരുന്നതോടുകൂടി നമ്മളുടെ സ്ട്രെസ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് കൂടുതലായിട്ട് ബെനിഫിറ്റ് ചെയ്യും. കാരണം നമ്മുടെ ആരോഗ്യസ്ഥിതി വർദ്ധിക്കുന്നു, നമ്മളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം വർദ്ധിക്കുന്നു. കാരണം പേടിക്കേണ്ട, ശാന്തമായിട്ട് ഇരിക്കാനുള്ള ആ ഒരു രീതിയിലേക്ക് നമുക്ക് വരാൻ നമുക്ക് സാധിക്കും. ദി കോർ മൈൻഡ്ഫുൾനെസ് പ്രിൻസിപ്പിൾ, ദി ഒബ്സർവിങ് മൈൻഡ് എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ്ഫുൾനെസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ കോർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ചിന്തകള്, അതുപോലെ തന്നെ എപ്പോഴാണ് അത് ഉണ്ടാകുന്നത്, അതിന്റെ കണ്ടന്റ് എന്താണ്, അത് എത്ര പ്രാവശ്യം ഉണ്ടാകുന്നുണ്ട്, അതിന്റെ ഏത് ശക്തമായിട്ടാണോ, സ്പീഡ് എങ്ങനെയാണ്, അതിന്റെ നിറഭേദങ്ങൾ എന്തൊക്കെയാണ്, അത് എന്തെല്ലാമാണ് നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ ഇമോഷണൽ ചാർജ്, അത് നമ്മളുടെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാൻ നമുക്ക് സാധിക്കും. അതാണ് ഒബ്സർവ് ഇറ്റ്. അതായത് ഒരു ചിന്ത വരുന്നു, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ടോക്സിക് തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ്, ഏത് സാഹചര്യത്തിൽ, അതിന്റെ ട്രിഗർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവെന്ന്, അത് എപ്പോഴൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അത് നമ്മളുടെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അതെല്ലാം ഒബ്സർവ് ചെയ്യുന്നു. ഹൗ ടു ഒബ്സർവ് എന്ന് ചോദിച്ചാൽ മൈൻഡ്ഫുൾ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? ഒബ്സർവ് വിത്ത് ക്യൂരിയോസിറ്റി റാദർ ദാൻ ജഡ്ജ്മെന്റ്. ഓരോന്നിനെ കുറിച്ച് നമ്മൾ ക്യൂരിയോസിറ്റിയോടുകൂടി, ലൈക്ക് എ സയന്റിസ്റ്റ് ഓർ എ ഡിറ്റക്റ്റീവ്. ഓക്കെ, ഒരു ശാസ്ത്രജ്ഞൻ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് അതിനെ ഒബ്സർവ് ചെയ്യുന്നത് എന്ന് ഉള്ളതുപോലെ, അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് അതിന് ചെയ്യുന്ന പോലെ, നോട്ട് ആസ് എ ജഡ്ജ്. ഒരു ജഡ്ജ് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ച്, അല്ലെങ്കിൽ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു മൈൻഡ് അല്ല നമുക്ക് വേണ്ടത്, വിത്ത് ക്യൂരിയോസിറ്റി. അതാണ് നമ്മൾ പറയുന്നത്, ഓരോ നിമിഷങ്ങളും, പിറവിയെടുക്കാൻ പോകുന്ന നിമിഷങ്ങൾ അത് യുണീക്കാണ്. കഴിഞ്ഞ നിമിഷങ്ങളെക്കാൾ, ഇപ്പൊ നമ്മൾ 60-70 വയസ്സ് പ്രായമുള്ളവരാണെങ്കിൽ എത്ര മൊമെന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ആ ഓരോ മൊമെന്റും നമ്മൾക്ക് യുണീക്ക് ആയിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഞങ്ങൾക്കെല്ലാം ഇവിടെ തണുപ്പ് കാലമാണ്. അപ്പൊ മഞ്ഞ് പെയ്യാം. ആ മഞ്ഞ് പെയ്യുന്ന ആ സമയത്ത് ഓരോ മഞ്ഞിൻ കണികകളും യുണീക്കാണ്, ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ്.
അതുപോലെ തന്നെയാണ് നമ്മുടെ നിമിഷങ്ങൾ എന്ന് പറയുന്നതും. ഓരോ നിമിഷവും വ്യത്യസ്തമാണ്. ഓരോ മഴത്തുള്ളികൾ വ്യത്യസ്തമാണ്. വ്യക്തികളും വ്യത്യസ്തമാണ്. വ്യക്തികളുടെ റിയാക്ഷൻസ് അല്ലെങ്കിൽ ആ സെൽഫ് റെഫറൻഷ്യാലിറ്റി ഇതാണ്. അപ്പൊ അതിനെ ജഡ്ജ് ചെയ്യാതെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കീ പ്രാക്ടീസ് ചെയ്യുന്നത് നോട്ടീസ്. അതായത് നമ്മൾ ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളെ നമ്മൾ ഒരു ആൻസൈറ്റിയോ വറിയോ ഇല്ലാതെ അതിനെ കൂടുതൽ സ്നേഹത്തോടു കൂടി, താല്പര്യത്തോടു കൂടി, അല്ലെങ്കിൽ കൗതുകത്തോടു കൂടി അറിയുക. പിന്നെ എന്താണ്, നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ നമ്മളോട് തന്നെയുള്ള ആ സെൽഫ് കമ്പാഷനോട് കൂടി നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുക. കുറ്റബോധം നമ്മളിൽ നിന്ന് മാറ്റുക. എനിക്കുണ്ടാകുന്ന ഈ ചിന്തകൾ എല്ലാം തന്നെ ഇത് മറ്റു മനുഷ്യർക്കുമുണ്ട്, അല്ലെങ്കിൽ ഇത് എൻ്റെതാണ് എന്നുള്ള ആ സ്വന്തമായിട്ടുള്ള രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾക്കുണ്ടാകുന്ന ദ ഷിഫ്റ്റ് എന്താണ്, ഫൈറ്റിംഗ്. ഒരു കാര്യത്തെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിജയിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഒരു സ്വഭാവ രീതിയെ നമുക്ക് മാറ്റണം, ഹാബിറ്റിനെ നമുക്ക് മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും നമ്മൾ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചിന്തകളാകാം, അല്ലെങ്കിൽ മനോഭാവങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾക്ക് സ്വഭാവ രീതികൾ, ഇതെല്ലാം മാറ്റം വരുത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ അംഗീകരിക്കുകയും അതിനെ നമ്മൾ വേണ്ടത്ര കമ്പാഷനോട് കൂടി കാണുകയും അതിനെ വിറ്റ്നസ് ചെയ്യുകയും ചെയ്താണ്. അതിനെ എതിർത്തിട്ട് അതിനെ തോൽപ്പിച്ചിട്ട് നമുക്ക് ആരും ജീവിതത്തിൽ ഒന്നും നേടുമെന്ന് നമ്മൾ കരുതിയിട്ട് കാര്യമില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഇതിന് അവളുടെ ഏറ്റവും ആഴത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സെൽഫ് കൈൻഡ്നെസ് ആണ്. ഞാൻ എന്നെ തന്നെ വെറുക്കപ്പെടേണ്ടവനല്ല എന്നുള്ളതാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ മറ്റു മനുഷ്യർക്കും ഉണ്ടാകുന്നുണ്ടെന്നും അതിനെ നമ്മൾ അംഗീകരിക്കുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് നമ്മളുടെ സെൽഫ് ടോക്കിലേക്ക് വരിക. ഈ സെൽഫ് ടോക്കിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഭൂരിപക്ഷം മനുഷ്യർക്കും ഒരു പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഈ ടോക്സിക് തോട്ട്സ് ഉള്ളവര്, ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരതിങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പരിശീലിച്ച് വരുന്നത് കൊണ്ട് ഒന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ, അല്ലെങ്കിൽ എനിക്ക് നന്മ വരുമെന്ന് സ്വയം തോന്നാനും ഉള്ളിൽ പറയാനുമുള്ള ഒരു ചിന്താഗതി പോലും ഇല്ലാത്ത മനുഷ്യർ ധാരാളം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഭൂരിപക്ഷം അങ്ങനെ ആയിരിക്കും ഈ ലോകത്തുള്ളവര്. ആയിരിക്കുമെന്നല്ല, അങ്ങനെയാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇതേക്കുറിച്ചുള്ള സ്റ്റഡി നടത്തുന്നവർ പറയുന്നത്. നമ്മൾ നെഗറ്റീവായിട്ട് മാത്രം കാണാൻ പഠിച്ചവരായിപ്പോയി ഭൂരിപക്ഷം ആളുകൾ, എല്ലാവരും ഞാൻ പറയുന്നില്ല. മറ്റൊന്ന്, ന്യൂറോളജിസ്റ്റുകൾ പറയുന്നത് നമ്മളുടെ ബ്രെയിനിന് തന്നെ, ഈ മനസ്സിന്റെ ഇതുകൊണ്ട് നമ്മളുടെ ബ്രെയിനിന് തന്നെ ആ രീതിയിലുള്ള ഒരു ശീലമാണ്. ഒന്നാമത് ബ്രെയിൻ ബേസിക്കലി ബയസ്ഡ് ആണ്. രണ്ടാമത് ബ്രെയിനിന് ഇങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ന്യൂറോളജിസ്റ്റുകൾ പറയുന്നത്. അതായത് എന്തെങ്കിലും വരുന്ന ഒന്നിനെ കുറിച്ച് നമുക്കിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് അപകടം ഉണ്ടാകുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മഴക്കാലം വരികയാണോ, വെള്ളപ്പൊക്കം ഉണ്ടാകുമോ, ഉരുളുപൊട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെല്ലാം സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില സമയത്ത് ബ്രെയിനിന് പോലും നമുക്കുണ്ടാകുന്ന നെഗറ്റിവിറ്റിയെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ അതിനെ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ, ഒരു മോഡിൽ നമ്മളുടെ ചിന്താഗതി പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിൽ നിന്ന് കൂടുതലായിട്ട് പോസിറ്റീവായിട്ട് സെൽഫ് ടോക്കിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, അല്ലെങ്കിൽ അതൊരു മൈൻഡ്ഫുൾനെസ് വഴി നമ്മൾ പഠിക്കുക. ദെൻ അടുത്തത് കോമൺ ഹ്യൂമാനിറ്റി, അക്സെപ്റ്റിംഗ് ദാറ്റ് ദിസ് ഈസ് ദി ക്യാരക്ടർ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യുന്നല്ല, അതിനെ നമ്മൾ റാഷണലൈസ് ചെയ്യുന്നല്ല. എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും മദ്യപിക്കാൻ, ഞാനിപ്പോൾ ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ടാ കുഴപ്പം, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും കള്ളന്മാരാണ്, ഞാനും ഇച്ചിരി കട്ടെന്ന് വിചാരിച്ചെന്താ കുഴപ്പമിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതി അല്ല ഉദ്ദേശിക്കുന്നത്. കോമൺ ഹ്യൂമാനിറ്റിയിൽ ഇതുപോലെയുള്ള രീതികൾ ഉണ്ടെന്നുള്ളതും, അതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ട ഒരു ദ്വീപല്ലെന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് ഇല്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങളെ കാണുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വേദനകളിൽ, മറ്റുള്ളവർക്കുണ്ടാകുന്ന ഈ കാര്യങ്ങളിലും നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ദെൻ മൈൻഡ്ഫുൾനെസ്, ഒബ്സർവ് ഡിഫിക്കൽട്ട് ഇമോഷൻസ് വിത്തൗട്ട് സപ്രസിങ്. ഒരു കാര്യം ചെയ്യാതെയും അത് സപ്രസ് ചെയ്യാതെയും എക്സാജറേറ്റ് ചെയ്യാതെയും നമ്മൾ പഠിക്കുക, അതിനെ ഒബ്സർവ് ചെയ്യാൻ പഠിക്കുക. മറ്റൊന്ന്, ഹോൾഡ് ദി ഫീലിങ്സ് വിത്ത് മൈൻഡ്ഫുൾനെസ്. അതായത് ഓരോ സമയത്ത് നമ്മൾക്കുണ്ടാകുന്നെങ്കിൽ അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, മൈൻഡ്ഫുൾ ആയിട്ട് അതിനെ വെൽക്കം ചെയ്യുക, അതിനെ നമ്മളോട് തന്നെയുള്ള ആ കാരുണ്യം, സെൽഫ് കമ്പാഷനോട് കൂടി നമ്മൾ മനസ്സിലാക്കുക. ദെൻ അതായത് ബാലൻസ് ഈസ് നീദർ ഡിനേയിങ് ദ പെയിൻ ഓർ ഗെറ്റിംഗ് സെപ്റ്റ് അവേ. അതായത് ആ വേദനകളുടെ, പ്രത്യേകിച്ച് വൈകാരികമായ വേദനകളുടെ, മാനസികമായ വേദനകളുടെ ആ കുത്തൊഴുക്കിൽ പെട്ടുപോകാതെ അതിനെ ഡിനേ ചെയ്യാതെ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഏതെങ്കിലും തരത്തിൽ വിഷമകരമായ ചിന്തകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്ലേസ് യുവർ ഹാൻഡ് ഓവർ യുവർ ഹെഡ്, ഹാർട്ടിന്റെ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? മേ ഐ ബി കൈൻഡ് ടു മൈ സെൽഫ് ഇൻ ദിസ് മൊമെന്റ്. ദിസ് ഈസ് എ മൊമെന്റ് ഓഫ് സഫറിങ്. സഫറിങ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്. മേ ഐ ബി വെൽ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള ആ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഭാവാത്മകമായി ചിന്തിക്കാനും നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും ഇടയ്ക്കൊക്കെ എനിക്ക് നന്മ വരും അല്ലെങ്കിൽ എനിക്ക് നന്മയെ വരികയുള്ളൂ എന്നുള്ളതിനെ കുറിച്ചും അങ്ങനെയുള്ള ആ മന്ത്രാസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ, താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങൾ ഈ വിഷയമായിട്ടുണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിൽ പോയതിനു ശേഷം വന്നിട്ട് ഡിസ്കഷനിലേക്ക് പോകാം. മെഡിറ്റേഷനിൽ പോകാം സാർ. Okay. Thank you. 1 second, yeah. കേൾക്കാമോ സാറേ? കേൾക്കാം. ഓക്കെ. Okay, now we start. Okay. വിഷമകരമായ ചിന്തകളെ അവധാനതയോടെ നിരീക്ഷിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും എന്ന മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശാന്തമായ ഒരു സ്ഥലത്ത് സുഖപ്രദമായ രീതിയിൽ ഇരിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ മടിയിൽ മൃദുവായി വിശ്രമിക്കട്ടെ. ധ്യാനത്തിന് മുൻപുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ചെയ്യുക. നിങ്ങളുടെ ഇരിപ്പിലോ അല്ലെങ്കിൽ വസ്ത്രങ്ങളിലോ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും ഇപ്പോൾ ചെയ്യുക. അടുത്ത 20 മിനിറ്റിൽ ശരീരം സാധിക്കുന്നിടത്തോളം അനങ്ങാതിരിക്കാനും വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ സാവധാനം അടയ്ക്കാം. അതല്ല, നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് വയ്ക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നോട്ടം മൃദുവായി താഴ്ത്തുക.
ധ്യാനത്തിന് മുന്നോടിയായി നിങ്ങളുടെ മൂക്കിലൂടെ സാവധാനം ആഴത്തിൽ 3 പ്രാവശ്യം ശ്വസിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വളരെ സാവധാനത്തിൽ എടുക്കുക. അതുപോലെ സാവധാനത്തിൽ മൂക്കിലൂടെ തന്നെ നിശ്വസിക്കുക. നമുക്ക് ആഴത്തിലുള്ള ശ്വാസത്തിന് പകരം സ്വാഭാവികമായി നമ്മളുടെ ശ്വാസ താളത്തിലേക്ക് തിരികെ വരാം. 4 അല്ലെങ്കിൽ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ശ്വാസം എടുക്കുവാനും വിടുവാനും, അങ്ങനെ ഒരു താളക്രമം സൃഷ്ടിക്കുവാനും നിങ്ങൾ ശ്രമിക്കുക. ശാന്തമായി സൗമ്യമായി ശ്വസിക്കുക. ഉള്ളിലേക്ക് വായു എടുക്കുവാൻ എടുക്കുന്ന അത്രയും സമയം കൊണ്ട് പുറത്തേക്കും ശ്വാസത്തെ വിടുവാൻ വേണ്ടി ശീലിക്കുക. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാകുവാൻ സ്വയം വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ സമർപ്പിക്കുക. മൃദുവായി സ്ഥിരതയോടെ ശാന്തമായി ശ്വസിക്കുക. അപ്രകാരമുള്ള ഒരു ശ്വാസ താളത്തിൽ നമുക്ക് നമ്മുടെ ധ്യാനം മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങളുടെ ശ്വാസനിശ്വാസങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണമായും അവബോധത്തോടെ ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെഞ്ചിന്റെ ഉയർച്ചയും താഴ്ചയും ശ്രദ്ധിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഉദരത്തിന്റെ വികാസവും താഴ്ചയും ശ്രദ്ധിക്കുക. ഓരോ ശ്വാസവും ഉള്ളിലേക്ക് വരുമ്പോൾ ശാന്തിയും സമാധാനവും നിങ്ങൾ സ്വീകരിക്കുന്നു. നിങ്ങൾ നിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ വേദനയും മറ്റു പലതുപോലുള്ള വിഷമങ്ങളേക്കും നിങ്ങൾ പുറന്തള്ളുന്നു. മനസ്സ് അലഞ്ഞു തിരിയുകയാണെങ്കിൽ സൗമ്യമായി വീണ്ടും ശ്വാസനിശ്വാസങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. നിങ്ങളോട് തന്നെ ദയ കാണിക്കുക. നമുക്ക് നമ്മുടെ ധ്യാനം തുടരാം.
ഒന്നാമതായി നമുക്ക് നമ്മുടെ മനസ്സിലെ ചിന്തകളെ വിധിയില്ലാതെ നിരീക്ഷിക്കുവാൻ പരിശീലിക്കാം. നിങ്ങളുടെ മനസ്സിന്റെ ഇപ്പോൾ മനസ്സിൽ ഉടലെടുക്കുന്ന ചിന്തകളെ കുറിച്ച് ബോധവാന്മാരാകുവാൻ തുടങ്ങുക. ഏതു തരത്തിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒന്നിനെയും ചെറുക്കേണ്ടതില്ല, ഒന്നിനെയും നിഷേധിക്കേണ്ടതില്ല, ഒന്നിനെയും തള്ളിക്കളയാതെ ഒന്നിൻ്റെയും ഭാഗമാകാതെ നിരീക്ഷിക്കുവാൻ തുടങ്ങുക. ഒരു നദിക്കരയിലിരുന്ന് അതിലൂടെ ഒഴുകിപ്പോകുന്ന കുഞ്ഞോളങ്ങളെ, അല്ലെങ്കിൽ അതിലൂടെ ഒഴുകിപ്പോകുന്ന ഇലകളെ ശ്രദ്ധിക്കുന്നത് പോലെ നമ്മുടെ ചിന്തകളെയും ശ്രദ്ധിക്കുക. ചിന്തകൾ വരികയും പോകുകയും ചെയ്യട്ടെ. അതിനെ പിന്തുടരേണ്ടതില്ല. നിങ്ങൾ സാക്ഷികളാണ്. മനസ്സിൽ ഉടലെടുക്കുന്ന എല്ലാ ചിന്തകളുടെയും സാക്ഷികൾ. ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ചിന്തകൾ സ്വയം വിമർശനമാകാം, അല്ലെങ്കിൽ ഉത്കണ്ഠ, നീരസം, ഭയം, ലജ്ജ, കുറ്റബോധം, അസൂയ, ഇങ്ങനെ എന്തുമാകാം. നീ ഒന്നിനെയും മോശമെന്ന് മുദ്ര കുത്തരുത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവയ്ക്ക് പേരിടാം. ഇത് ഭയമാണ്, ഇത് ഉത്കണ്ഠയാണ്, ഇത് കുറ്റബോധമാണ്, അല്ലെങ്കിൽ ഇത് സ്വയം വിധിയാണ്. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ കൂടി നിരീക്ഷിക്കുക. സൗമ്യമായി ശ്വസിക്കുക. ശരീരത്തിലും മനസ്സിലും ഉടലെടുക്കുന്ന ആ സൗഖ്യം, ശാന്തത, അതും അനുഭവിക്കുക. നിങ്ങളുടെ ചിന്തയ്ക്കുള്ളിലല്ല,
നിങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് പുറമെയാണ്. ശ്വസിക്കുക മാത്രം ചെയ്യുക, നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. ശാന്തമായ ആ ശ്വാസോച്ഛ്വാസ താളത്തിലേക്ക് വീണ്ടും മടങ്ങി വരിക. പൂർണ്ണമായ അവബോധം ശ്വാസോച്ഛ്വാസത്തിൽ നിലനിർത്തുക. നിങ്ങളുടെ ശാരീരിക സംവേദനങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റ് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾ അറിയുന്നെങ്കിൽ അവയെക്കുറിച്ചുള്ള അവബോധവും നിലനിർത്തുക, അറിയുക മാത്രം ചെയ്യുക. ഒന്നിൻ്റെയും ഭാഗമാകാതെ, എന്നാൽ എല്ലാറ്റിനെയും അറിഞ്ഞുകൊണ്ട് ശാന്തമായി നമുക്ക് ധ്യാനം തുടരാം. ശ്വാസോച്ഛ്വാസത്തിൽ അവബോധമുള്ളവരായിരിക്കുക. വിഷമചിന്തകളെ, അത് വരികയും പോവുകയും ചെയ്യുന്നതിനെ നിരീക്ഷിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകളോ വികാരങ്ങളോ നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കുമ്പോൾ അവ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ പ്രതിഫലനം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അവയെക്കുറിച്ചും അവബോധമുള്ളവരാവുക. ഒന്നിനെയും തിരുത്തുവാനോ അകറ്റി നിർത്തുവാനോ ശ്രമിക്കാതിരിക്കുക. ആകാശത്തിൽ ചുറ്റിത്തിരിയുന്ന മേഘശകലങ്ങൾ പോലെ ചിന്തകൾ വരികയും പോവുകയും ചെയ്യട്ടെ. ശാന്തമായി സൗമ്യമായി ശ്വസിക്കുക. ആ അവബോധത്തിൽ
ധ്യാനം തുടരാം. അവസാനമായി നമുക്ക് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ ഒരിക്കൽ കൂടി പൂർണ്ണമായും അടുത്തറിയാം, അല്ലെങ്കിൽ അവബോധമുള്ളവരാകാം. നിങ്ങളുടെ ശാരീരികമായ അവബോധം പൂർണ്ണമായി വീണ്ടെടുക്കുക. നിങ്ങൾ ഇരിക്കുന്ന മുറിയെക്കുറിച്ച്, അതിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് എല്ലാം അവബോധമുള്ളവരാകുക. നിങ്ങളുടെ കൈകാലുകളിലെ വിരലുകൾ വളരെ സൗമ്യമായി ചലിപ്പിക്കുക. ധ്യാനം അവസാനിച്ചു. Thank you, sir. Good Thank you. evening. Okay. Roy sir ഉണ്ടോ? Roy sir. അത് ഈ ടോക്സിക് തോട്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ ധരിച്ചത് എല്ലാം ഈ നെഗറ്റീവ് ചിന്താഗതികളാണെന്നാണ്. പക്ഷെ അത് സാറ് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണ് അതിന് ക്ലിയർ ആയിട്ട് എന്താണ് ടോക്സിക് തോട്ട് എന്ന് മനസ്സിലാക്കി. പക്ഷേ സാറിൻ്റെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ പല ക്ലാസ്സുകളിലൂടെ എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ നേരെയാക്കുന്നതെന്ന് മനസ്സിലാക്കിയെങ്കിലും ഈ ടോക്സിക് തോട്ട്സിനെ കുറിച്ച് പറഞ്ഞത് വളരെയധികം എക്സാമ്പിൾസ് നമുക്ക് ജീവിതത്തിൽ പലരിലും കാണാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഒന്ന് സിറ്റുവേഷനിൽ വരണം, മറ്റത് അങ്ങനെയല്ല, അവൻ്റെ കൂടപ്പുറപ്പായിട്ട് പോകുന്ന ഒരു ഭാഗമാണ് ഈ ടോക്സിക് തോട്ട് എന്ന് സാറ് മനസ്സിലാക്കി തന്നു. അതായത് ഒന്നും ശരിയാവത്തില്ല, എല്ലാം ജനറലൈസ്ഡ് ആണ്. ആ പറയുന്ന കാര്യങ്ങൾ പല വ്യക്തികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് മൈൻഡ്ഫുള്ളിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും എന്നത് സാറ് പോയിന്റ് ഔട്ട് ചെയ്തു. ഈ മൈൻഡ്ഫുൾസിനോട് പലതും മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഈ ടോക്സിക് തോട്ട് വരുന്നത് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ ഇന്നത്തെ ക്ലാസ് കൊണ്ട് കഴിഞ്ഞു. നമ്മൾ ഇതുപോലെയുള്ള ഒത്തിരി സിറ്റുവേഷനിലും ഒത്തിരി ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഒന്നും ശരിയാക്കില്ല, എല്ലാം കുഴച്ചിലാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇതുപോലെ. അപ്പോൾ ഈ അങ്ങനെ എക്സാമ്പിൾസ് എല്ലാം ജനറലൈസ് ചെയ്ത് കാണുന്നതുകൊണ്ട് ശരിയത് വളരെ ജനറലൈസ് ചെയ്തു നോക്കാം, പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും ശരിയാവില്ല. എപ്പോഴും ആ നെഗറ്റീവ് ചിന്താഗതി റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗം വളരെ ഭംഗിയാക്കി നമുക്ക് മൈൻഡ്ഫുൾ തോട്ട്സിലൂടെ നേരെയാക്കി എടുക്കാം എന്ന് പറയുന്നത് ശരിക്കും അത് പറ്റും എന്ന് തോന്നുന്ന വിധത്തിൽ തന്നെ സാർ അത് പ്രസൻറ്റ് ചെയ്തു. അത് തന്നെയല്ല, ശരിയാക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. സാറ് പറഞ്ഞ ഉദാഹരണം, ഞാനൊരു പരാജയമാണ്, ഇനി രക്ഷയില്ല എന്ന് പറയുന്നത്, ഞാനൊരു പരാജയമാണെന്ന് പറയുന്നത് എൻ്റെ നെഗറ്റീവ് തോട്ടാണ്. അത് മാറ്റിയെടുത്താൽ ഞാൻ നേരെയാകും. ഓക്കെ, അപ്പോൾ എനിക്ക് വളരെയധികം ഇമ്പ്രസീവായിട്ട് തോന്നി സാറിൻ്റെ ഇന്നത്തെ ഇത്. വളരെ അതെന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് തോട്ട്സ് അല്ലാതെ ഈ ടോക്സിക് തോട്ട്സ് എന്ന് പറയുന്ന ഭാഗം സാധാരണയായി കാണുന്ന ഒരു ഭാഗമാണ്. അത് മാറ്റിയെടുക്കാനുള്ള ആ ഒരു ഗൈഡ് ലൈൻസും ഇന്നത്തെ മൈൻഡ്ഫുള്ളിനോട് കിട്ടി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു റോയ് സാർ. ഓക്കെ, ജോർജ് സാർ ഉണ്ടോ? മാസ്റ്റർ.
ജോർജ് സാറുണ്ടോ? മാത്യു സാർ, രമാദേവി മാം ഞാൻ പറയട്ടെ. പറയും. ഉം. ഇന്ന് ഹൗ ടു ഹീൽ ടോക്സിക് തോട്ട്സ് മൈൻഡ്ഫുള്ളി എന്ന വിഷയത്തിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് എടുത്ത ആന്റണി സാറിനും സാബു സാറിനും എല്ലാവർക്കും നമസ്കാരം. സാർ ആദ്യമേ തന്നെ നെഗറ്റീവ് തോട്ട്സും ടോക്സിക് തോട്ട്സും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. അതൊരു പുതിയ അറിവായിരുന്നു. കാരണം നമ്മൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തവരെ കണ്ടിട്ടില്ല. പിന്നീട് ടോക്സിക് തോട്ട്സ് എന്താണെന്നും എങ്ങനെയാണ് അത് ഉണ്ടാകുന്നതെന്നും സാധാരണ കാണപ്പെടുന്ന പലതരത്തിലുള്ള ടോക്സിക് തോട്ട്സിനെ പറ്റിയും വിശദീകരിച്ചു. ടോക്സിക് തോട്ട്സിന്റെ ന്യൂറോ സയൻസിനെ പറ്റിയും അതിന്റെ സയൻസ് ഓഫ് ഹീലിംഗ്, അതായത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ബ്രെയിൻ റിവെയറിനെ പറ്റിയും എങ്ങനെ മൈൻഡ്ഫുൾനെസ് ടോക്സിക് ചിന്തകളെ ഹീൽ ചെയ്യുന്നതെന്നും മനസ്സിലാക്കി തന്നു. അതുപോലെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിലൂടെ ബ്രെയിനിലുണ്ടാകുന്ന മാറ്റങ്ങളും കോർ മൈൻഡ്ഫുൾനെസ് പ്രിൻസിപ്പിൾസും ലാസ്റ്റിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും വിവരിച്ചു. നന്ദി ആന്റണി സാർ. നന്ദി സാബു സാർ. താങ്ക് യു. താങ്ക് യു. ജോർജ് സാറ്, മാത്യു സാർ ഉണ്ടോ? താങ്ക് യു സാബു സാർ. ആനന്ദ് സാറേ, ഒത്തിരി സന്തോഷമുണ്ട്. നമസ്കാരം. വളരെ ഞാൻ ഈ നെഗറ്റീവ് തോട്ട്സിനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. നെഗറ്റീവ് ഫീലിംഗ്, അതില്ലാതെ കാര്യം ടോക്സിക് എന്നുള്ള വാക്ക് അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു ടോക്സിക് തോട്ട്സ് ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ്, അത് ആദ്യമായിട്ടാണ് കേൾക്കാനിട വന്നത്. പിന്നെ അതിനുള്ള കാരണങ്ങൾ, ലക്ഷണങ്ങൾ, അതുണ്ടാക്കുന്ന കോൺസിക്വൻസ്, ഓവർകം ചെയ്യാനുള്ള ടെക്നിക്സ് എല്ലാം സാറ് പറഞ്ഞു തന്നു. വളരെ കാര്യമായി അവരുടെ പെരുമാറ്റ രീതികളിൽ, അവരുടെ സംസാര രീതികളിലുള്ള പ്രത്യേകതകൾ ഒക്കെ ഓരോന്നോരോന്നും വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞ് നല്ലൊരു ബോധവൽക്കരണം തന്നെ കിട്ടി എന്നുള്ളത് സത്യമാണ്. ഒരു കരുതൽ ആവശ്യമായി. കുറച്ചുകൂടെ ഇത്തരക്കാരെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ സമീപിക്കാൻ ഉള്ള ജാഗ്രത കുറച്ചുകൂടെയൊക്കെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കാം എന്നൊരു തോന്നൽ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ധൈര്യമുണ്ടോ? ഓക്കെ, എങ്ങനെയാണെന്ന് പൈൻഡ് ചെയ്യാം. താങ്ക് യു ആന്റണി സാർ. ഈ അടുത്ത മാസമാണ്. അപ്പൊ അതിനു മുമ്പ് എല്ലാവർക്കും മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, എല്ലാവിധ മംഗളങ്ങളും നേരുന്നു.